ജോലി തിരക്കിനിടയിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒരാളുണ്ടാകും നമ്മുടെ കുട്ടികളെ നോക്കാനും കാര്യങ്ങൾ ചെയ്യാനും എല്ലാമായി. പേളിയുടെ വീട്ടിലും അത്തരത്തിൽ ഒരുപാട് പേരുണ്ട്. അക്കൂട്ടത്തിൽ നിറ്റുവിൻ്റെ ഫേവറേറ്റ്, എപ്പോഴും നിറ്റുവിനെ തറയിൽ വയ്ക്കാതെ എടുത്തുകൊണ്ട് നടക്കുന്ന രഞ്ജു തന്നെയാണ്. എവിടെ പോയാലും, ഇപ്പോൾ ട്രിപ്പുകൾക്ക് പോയാലും എല്ലാത്തിലും തന്നെ അതിൻ്റേതായ കാര്യം കൂടെ കൊണ്ടു നടക്കാൻ എപ്പോഴും പേളി ശ്രദ്ധിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇപ്പോഴിതാ ആദ്യമായി അത്രയും വലിയൊരു സമ്മാനം ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബേബി സിറ്റർക്ക് നൽകാൻ പോവുകയാണ് എന്നാണ് വീഡിയോയിൽ പറയുന്നത്. പ്രേക്ഷകരെല്ലാവരും ആ വീഡിയോ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. രഞ്ജുവിന് വേണ്ടി അതാണ് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാനുള്ളത്. ഇപ്പോൾ രഞ്ജുവിനെ സന്തോഷിപ്പിക്കുന്ന വീഡിയോ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമായി മാറുന്നു. ഒരു കല്ല് പതിപ്പിച്ച ബ്രേസ്ലെറ്റ്, അതിനോടൊപ്പം തന്നെ വളരെ നേരിയ രീതിയിൽ ഇടാൻ പറ്റുന്ന നെക്ലസ്, ഇത് രണ്ടുമാണ് പേളി നൽകിയത്. വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് രഞ്ജുവിന് അറിയില്ല എന്ന്. നിറ്റാരയ്ക്ക് കമ്മലിടാൻ പോവുകയാണ്, അത് വീഡിയോ എടുക്കാൻ പോകുന്നു, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞാണ് ഞാൻ അയച്ചത്. ഇപ്പോൾ വരും, നല്ല ഒരുങ്ങി സുന്ദരിയായി വരും. ആദ്യം നിറ്റുവിന് പറഞ്ഞതുപോലെ കമ്മലിട്ട് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ എനിക്ക് വേണ്ടിയ വാങ്ങിയ മാലയാണ് എന്ന് പറഞ്ഞ് പേളി ഒരു മാല എടുത്തു. അതിന് തൊട്ട് പിന്നാലെ രഞ്ജു നിൽക്കുന്നുണ്ട്. രഞ്ജു ഒന്ന് ഇത് ഇടാമോ എന്ന് ചോദിച്ചു. എൻ്റെ കഴുത്തിൽ ഓൾറെഡി മാലയുണ്ട്, രഞ്ജു ഒന്ന് ഇട്ട് കാണിക്കൂ രഞ്ജു എന്ന് ചോദിക്കുന്നു. ചേച്ചി കുഴപ്പമില്ല, ചേച്ചി തന്നെ ആദ്യം ഇട്ടോ എന്ന് രഞ്ജു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ തന്നെ പേളി അത് മാല കഴുത്തിലിട്ട് കൊടുക്കുകയും ലൈറ്റിൻ്റെ അറ്റത്ത് ഒന്ന് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് പേളി പറയുന്നത്, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ഞാൻ രഞ്ജുവിന് വാങ്ങിയതാണ് എന്ന്. നിർവികാരയായ ഒരു നിമിഷം തന്നെ ആ പെൺകുട്ടി നോക്കി നിൽക്കുകയായിരുന്നു. ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു. എനിക്ക് വേണ്ട, അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ നീ എൻ്റെ അനിയത്തിയെ പോലെയാണ്. 2 വർഷമായി നീ എൻ്റെ കുഞ്ഞിനെ തറയിൽ വെച്ചിട്ടില്ല. എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്നെ വിളിക്കുന്നത് നീ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പേളി കരയുന്നു. നീ എനിക്ക് അങ്ങനെ തന്നെയാണ്, എപ്പോഴും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വളരെയധികം കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പ്രേക്ഷകർ വളരെയധികം കൃത്യമായി സംസാരിക്കുന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് എന്ന് പറയുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഇത്താരത്തിനെക്കുറിച്ച് സംസാരിക്കാൻ. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും ഇത്തരത്തിലാണ് ഇതിനെക്കുറിച്ച് നോക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ഇതിപ്പോൾ തരംഗമായി മാറുന്നത് എന്നാണ് പ്രേക്ഷകർ നോക്കുന്നത്. കാരണം അത്രമേൽ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് പേളി. എന്ത് നന്നായിട്ടാണ് മനുഷ്യരെ നോക്കുന്നത്. ഇതിനു മുൻപ് തന്നെ പേളി ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ അവിടെ എത്തിയ അമ്മയും മകളെയും കാണാനും അവർക്കിഷ്ടപ്പെട്ട കമ്മൽ വാങ്ങി നൽകാനും പേളി കാണിച്ച മനസ്സ് സ്വന്തം വീട്ടിലെ ജോലിക്കാരിയോട് പോലും കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പുറം ലോകത്ത് ആളുകളെ മയക്കാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാണ്? ആ റിയാക്ഷൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോ എടുത്തതെല്ലാം. അത് നാളൊരിക്കൽ പേളിക്ക് കണ്ടന്റായി മാറുമായിരിക്കും. പക്ഷേ കണ്ടന്റിന് വേണമെങ്കിലും ഒരാൾക്ക് വേണ്ടി സമ്മാനം കൊടുക്കാൻ കാണിച്ച മനസ്സാണ് ഏറ്റവും വലുതെന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.